പടികൾ കയറുമ്പോൾ കതപ്പുള്ളത് ഹാർട്ട് ദുർബലമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ഈ പടി കയറുമ്പോൾ ശ്വാസം മുട്ടൽ വരാൻ പല കാരണങ്ങളുണ്ട്. പിന്നെയും ഇതുതന്നെയാണ് ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ, ഹീമോഗ്ലോബിൻ എന്ന് പറയും, ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏജ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ മസിൽ മാസ് കുറയും, അപ്പോഴത്തേക്ക് നമുക്ക് ആ ഫെറ്റിഗബിലിറ്റി കൂടും. ഇത് 3 കാരണം. നാലാമത്തെ നമ്മൾ ഹാർട്ട്. എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാർട്ടിന് നമ്മൾ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഹാർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ജീവനില്ല. അപ്പോൾ ഹാർട്ട് ഈസ് ദ എൻറ്റയർ ഫൾക്രം ഓഫ് നമ്മുടെ ലൈഫ്. അപ്പോൾ ഈ ഹാർട്ടിന് നമ്മൾ കതപ്പ് എന്ന് പറയുന്നത് ഈ പല ഒരു ചെറിയ വിഭാഗം പേർക്ക് ഈ ചെസ്റ്റ് പെയിൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ കതപ്പായിരിക്കും അവരുടെ മെയിൻ ലക്ഷണം ഹാർട്ടിൻ്റെ. അപ്പോൾ ഈ പടികൾ കയറുമ്പോൾ കതപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അസസ് ചെയ്യുന്നതാണ് നല്ലത്. ചിലർ ജസ്റ്റ് ഒരു ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആയിരിക്കും, 200ൻ്റെ മേളിലുണ്ടെങ്കിൽ നമ്മൾ പടി കയറുമ്പോഴത്തേക്ക് കതപ്പ് വരാം. പിന്നെ ഹാർട്ടിനെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ ചെസ്റ്റ് പെയിൻ വരാതിരിക്കാനൊരു കാരണം കതപ്പ് വരുന്നത് അതൊരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, ഈ ഡയബറ്റിക് നല്ല കൂടുതലുള്ളവർക്ക് ഈ ചെസ്റ്റ് പെയിൻ വരാനുള്ള സാധ്യതയില്ല. അവർക്കാണ് ഈ കതപ്പ് വരാനുള്ള സാധ്യത. അപ്പോൾ കതപ്പ് എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഹാർട്ട് ദുർബലമാണെന്ന്. ഹാർട്ടിൻ്റെ ലക്ഷണം കൂടിയാണ് കതപ്പ്. പക്ഷെ അതിൻ്റെ കൂടാതെ ബ്ലഡ് കുറവുണ്ടോ, അതോ ബ്ലഡ് പ്രഷർ കൂടുതലുണ്ടോ, ലങ്സിൻ്റെ ഇഷ്യൂ ഉണ്ടോ, മസിൽ മാസ് കുറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം നോക്കി ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യം നമ്മൾ പിന്നെയും പറയുന്നത് ആവർത്തിച്ച് നമ്മൾ എന്നും പറയേണ്ടത് ഹാർട്ടാണ് ആദ്യത്തെ. ഹാർട്ടില്ലെങ്കിൽ നമുക്ക് വേറെ അവയവങ്ങളില്ല. സോ ഹാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കതപ്പിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം.